ചാവറയച്ചനെയും എവുപ്രാസ്യമ്മയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ ഒല്ലൂർ സെന്റ് മേരീസ് മഠത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. എവുപ്രാസ്യമ്മയുടെ ഖബറിടവും തിരുശേഷിപ്പും തൊട്ടുവണങ്ങാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമായി നൂറുകണക്കിന് പേരാണ് കപ്പളയിലേക്ക് എത്തുന്നത്. സന്യാസി ജീവിതത്തിൽ ഏറിയ പാടും എവുപ്രാസ്യമ്മ ചെലവഴിച്ചത് സെന്റ് മേരീസ് മഠത്തിലായിരുന്നു. കർമ്മലീത്ത സഭയുടെ പിതാവ് ചാവറയച്ചനും പുത്രി എവുപ്രാസ്യമ്മയും ഒരേ നാളിൽ തന്നെ വിശുദ്ധരാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മഠം. 75 വയസ്സുകൾ നീണ്ട ജീവിതത്തിൽ എവുപ്രാസ്യമ്മയുടെ 52 വർഷങ്ങൾ ചിലവഴിച്ചത് പനംകുറ്റിച്ചിറ സെന്റ് മേരീസ് മഠത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. 1952 ഓഗസ്റ്റ് 29 ദിവംഗതയായ എവുപ്രാസ്യമ്മയുടെ കബറിടം കുടികൊള്ളുന്നതും ഇവിടുത്തെ കപ്പേളയിലാണ്. തിരുശേഷിപ്പ് വണങ്ങാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായും നിരവധി വിശ്വാസികളാണ് ഒല്ലൂരിലേക്ക് എത്തുന്നത്. എവുപ്രാസ്യമ്മയുടെ ജീവിതം തുറന്നുകാട്ടുന്ന മ്യൂസിയവും വിശ്വാസികൾക്ക് വലിയ അനുഭവം നൽകുന്നു. എവുപ്രാസ്യമ്മയെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുമ്പോൾ അഭിമാനത്തിന്റെ നിറവിലാണ് കർമ്മലീത്ത സന്യാസി സമൂഹം. ഞങ്ങളുടെ സ്ഥാപക പിതാവായ ചാവറ പിതാവും ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു അംഗമെന്ന നിലയിൽ എവുപ്രാസ്യമ്മയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവും ആഹ്ലാദവും ഒക്കെ ഉള്ള ഒരു നല്ല ദിവസമാണ്. ഇന്ന് കാലത്ത് 7 മണി മുതൽ സെന്റ് മേരീസ് മഠം കപ്പേളയിൽ പ്രാർത്ഥനകൾ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയും ആരാധനയും ഉണ്ടാകും. 11:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത സഹായമത്താൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചടങ്ങിൽ സംബന്ധിക്കാൻ ഇന്നലെ മുതൽ തന്നെ വിശ്വാസികളുടെ പ്രവാഹമാണ്. വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ തൃശൂർ.